എന്താണ് നിങ്ങളുടെ മോട്ടീവ്? പോൾ ഷെഫ് പറയും, ഒരു ജാറ് കവിയാർ. അതായിരുന്നു എൻ്റെ മോട്ടീവ്. ഞാനൊരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ വീട്ടുജോലികൾ ചെയ്തിട്ടാണ് എന്നെ വളർത്തിയിരുന്നത്. കുഞ്ഞിലെ ആ ധനിക കുടുംബത്തിലെ കുട്ടികൾ കവിയാർ കഴിക്കുന്ന കാണുമ്പോൾ എനിക്കും അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷെ അത് വില കൂടിയ സാധനമാണെന്ന് എനിക്കറിയായിരുന്നു. എനിക്കത് കഴിക്കാൻ പറ്റില്ല. ഇനി കഴിക്കാനുള്ള ഒരൊറ്റ മാർഗം കട്ടെടുത്ത് തിന്നുക എന്നുള്ള. ഞാനങ്ങനെ കട്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെട്ടു. അതിന് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ചീത്ത കേട്ടു. ഞാൻ എടുക്കാൻ ശ്രമിച്ച ജാറ് നിലത്ത് വീണ് പൊട്ടി. അതിന്റെ പണം മുഴുവൻ അമ്മ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് ആ ധനികയായ സ്ത്രീ പറഞ്ഞു. ആ കടം വീട്ടാൻ വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് നാൾ ശമ്പളമില്ലാതെ പണിയെടുത്തിട്ടുണ്ട്. ഈ താഴെ വീണ് പൊട്ടിയ കവിയാർ വൃത്തിയാക്കാൻ നേരത്ത് അത് രുചിച്ചു നോക്കാൻ എനിക്ക് കഴിഞ്ഞു. കുറച്ചെടുത്ത് വായിൽ വെച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അത്രയും നാൾ ഞാൻ ആഗ്രഹിച്ച ആ കവിയാർ ഒരു വൃത്തികെട്ട രുചിയുള്ള സാധനമാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നീ കഴിക്കുന്നതെന്തോ അത് നിന്റെ സോഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പാവപ്പെട്ടവൻ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. എന്നാൽ ഒരുപാട് ഭക്ഷണമുള്ളവൻ കഴിച്ചാലും തീരാത്തത്രയും ഭക്ഷണമുള്ളവൻ പുതിയ തരം ഭക്ഷണത്തെ തേടിപ്പോവും, പുതിയ എക്സ്പീരിയൻസുകൾ തേടിപ്പോവും. അതും രുചിയുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഈ പണക്കാരന്മാര് എൻ്റെ മുഖം നോക്കി കെഞ്ചി നിൽക്കണം, എന്നോട് യാചിക്കണം. ഒരു നേരത്തെ ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവരെ യാചിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഷെഫായത്. പണക്കാരോടുള്ള എൻ്റെ പ്രതികാരമാണിത്. ഹീറോയിൻ ഇതെല്ലാം കേട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അവൾ ഒന്നും മിണ്ടാതെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത്, അച്ഛൻ ബോധം കെട്ട് ആശുപത്രിയിലാണിപ്പോൾ. അവൾ ഓടി ആശുപത്രിയിലേക്ക് ചെല്ലും. അച്ഛനൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞു. ഇനി റിക്കവർ ആവാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പം ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്. അച്ഛനെ ചികിത്സിക്കാൻ കാര്യമായ പണമൊന്നും ഇവരുടെ കയ്യിലില്ല. ഉള്ള പണം കൊണ്ട് വാർഡിലാണിപ്പോൾ അച്ഛനെ കിടത്തിയിരിക്കുന്നത്. ആ നേരത്താണ് ഒരു ന്യൂസ് ഹീറോയിൻ കാണുക. ഇവരവസാനമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലേ, ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ കുടുംബസ്ഥൻ വലിയൊരു കടക്കെണിയിൽ പെട്ടിരുന്നതാണ്. കടം തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതിൽ അവസാനമായിട്ട് തൻ്റെ മോളുടെ ആഗ്രഹമായ ഈ ഷെഫിന്റെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇല്ലാത്ത പണം ഉണ്ടാക്കി ഷെഫിനെ വിളിച്ചു വരുത്തിയത്. ഭക്ഷണം കഴിഞ്ഞ് തീന്മേശയിൽ വെച്ചിട്ട് തന്നെ അവർ ആത്മഹത്യ ചെയ്യാനുണ്ടായത്. ഇത് കണ്ട ഹീറോയിന് ഒരുപാട് വിഷമാവും. അവൾ സുമുഖനെ വിളിച്ച് ഈ വിഷമം പറയുന്നു. സുമുഖൻ അവളെ സമാധാനിപ്പിക്കും. അറ്റ്ലീസ്റ്റ് അവരുടെ അവസാന ഭക്ഷണമെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലേ, അത്രയും ചിന്തിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് ഈ ഷെഫ് ടീമെല്ലാം കൂടെ ഏതോ കാടിനകത്തേക്ക് പോകുന്നുണ്ട്. പോൾ ഷെഫ് അവരെ ഏതോ കാടിനകത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് കുക്കിംഗ്. എന്താണ് കുക്കിംഗ് നടത്തണമെന്ന് പോലും ഇവർക്കറിയില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഷെഫിനെ പണം കൊടുത്ത് വിളിച്ച ആള് ഒരു പൊളിറ്റീഷ്യനാണ്. അയാൾ കാടിനകത്ത് ഇല്ലീഗലായി പക്ഷികളെ വേട്ടയാടി കുക്ക് ചെയ്യാനാണ് ഷെഫിനെ വിളിച്ചത്. അതൊരു വേഴാമ്പൽ പോലത്തെ പക്ഷിയാണ്. അതിനവരുടെ നാട്ടിൽ പിടിക്കാൻ പാടില്ല, നിയമത്തിനെതിരാണ്. ഇത് കണ്ട ഹീറോയിൻ ഷെഫിനോട് ചോദിക്കുന്നുണ്ട്, ഷെഫ് ഈ പക്ഷിയെ പിടിക്കാൻ പാടില്ലല്ലോ, അത് നിയമത്തിനെതിരാണ്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മളതിനെ കുക്ക് ചെയ്യാമെന്ന്. ഇത് കേട്ട ഷെഫ് പറയും, നമ്മൾ വെറും പാചകക്കാർ മാത്രമാണ്, കോഴീനെയും പന്നീനെയും നമ്മൾ കറി വെച്ച് കൊടുക്കുന്നില്ലേ, അതുപോലെ കണ്ടാൽ മതി. ഇതിൽ സെന്റിമെന്റ്സ് ചേർക്കേണ്ട ആവശ്യമില്ല, നിനക്ക് എന്താണോ ഞാൻ തന്നിരിക്കുന്ന ജോലി അത് മാത്രം ചെയ്യുക. ഇത് കേട്ട ഹീറോയിൻ പറയും, നിയമത്തിനെതിരെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ നിയമം അനുസരിക്കുന്ന പെണ്ണ, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ കോട്ട് ഊരിക്കളഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരും. ആ വേഴാമ്പലിനെ പിടിച്ചത് പെണ്ണിന് ഇഷ്ടമായില്ല. എന്നിട്ട് വീട്ടിൽ വന്ന പെണ്ണ് ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് നേരത്തെ ആ ബിസിനസ്സുകാരൻ ഹീറോയിനൊരു കാർഡ് കൊടുത്തില്ലേ, അയാളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ച ഉടനെ പുള്ളിക്കാരൻ ചെന്ന് കാണാൻ പറയും. ഹീറോയിൻ ചെന്ന് കാണുമ്പോൾ പുള്ളി പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെ മൂത്ത ഷെഫിനെ വേണം. ആ ഷെഫായിട്ട് പുള്ളി ഹീറോയിനെ അപ്പോയിന്റ് ചെയ്യാന്ന് പറയും. ഷെഫ് പോളിന്റെ കാലം കഴിഞ്ഞു, ഇനി പുതിയ ആൾക്കാർ വരണം, നീ അതിന് യോജിച്ച ആളാണ്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തുതരാം, നീ ഒന്ന് നിന്ന് തന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഹീറോയിന് അവിടുത്തെ ജോലി കൊടുക്കും. അതുകൊണ്ട് ഇപ്പം അച്ഛനെ ചികിത്സിക്കാനുള്ള അത്യാവശ്യമായിട്ടുള്ള പണമൊക്കെ പെണ്ണിന്റെ കയ്യിൽ വരുന്നുണ്ട്. അനിയത്തിയാണെങ്കിൽ പഠനം ഉപേക്ഷിച്ചിട്ട് പണിക്ക് പോകാന്ന് പറയും. ഹീറോയിൻ അവളോട് ജോലിക്കൊന്നും പോകണ്ട, നീ പഠിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവള് ചെന്ന് സുമുഖനെ വിളിക്കും. നീയും എൻ്റെ കൂടെ വായോ, പുതിയൊരു ഷോപ്പാണ്, നമുക്കവിടെ ജോലി ചെയ്യാം, അയാളുടെ കീഴിൽ ജോലി ചെയ്ത് നരകിച്ചത് മതി, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ, എൻ്റെ കൂടെ വന്നൂടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാൽ സുമുഖന് അതിൽ താല്പര്യമില്ല. ഞാൻ നിന്റെ കൂട്ടുകാരനാ, എന്നാൽ നിന്റെ കൂടെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നിന്റെ കീഴിൽ ജോലി ചെയ്യുക എന്നാണ് അർത്ഥം. ഒരു കിച്ചണിൽ ക്യാപ്റ്റൻ ഷെഫിന് കീഴിൽ ജോലി ചെയ്യുക എന്നാൽ അതൊരു അടിമപ്പണിയാണ്. എനിക്ക് നിന്റെ കൂട്ടുകാരനായാൽ മതി, അടിമയാവണ്ട, നീ അവിടെ ലീഡറായിരിക്കും, അവിടെ സൗഹൃദത്തിനോ സ്നേഹത്തിനോ സ്ഥാനമില്ല, അതാണ് നടക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് അവൻ ഇതിൽ പങ്കാളിയാവുന്നില്ല. അവൻ എന്ത് പറഞ്ഞോ അതന്നെയായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. ഹീറോയിൻ ക്യാപ്റ്റൻ ആവുമ്പോൾ അവളുടെ സ്വഭാവങ്ങൾ തനിയെ മാറും. കാരണം ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം മനസ്സിൽ വരുമ്പോൾ കൂടെയുള്ളവരോടൊക്കെ ഹാഷായിട്ടാണ് അവൾ പെരുമാറുക, അവളുടെ പഴയ ഷെഫിനെ പോലെ തന്നെ. ഇപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണം ടെസ്റ്റിന് വേണ്ടി അവൾ അവളുടെ ഓണറിന് കഴിക്കാൻ കൊടുക്കുന്നു. അയാൾ കഴിച്ചു നോക്കിയിട്ട് പറയും, നീ ഷെഫ് പോളിന്റെ കയ്യിൽ നിന്ന് എന്ത് പഠിച്ചോ അതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്നാൽ അതല്ല നമുക്ക് വേണ്ടത്, നിന്റെ കൈപുണ്യം, നിന്റെ പുതിയ കണ്ടുപിടുത്തം, പുതിയ റെസിപ്പി, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് ഇവിടെ സ്പെഷ്യലായിട്ട് പോകേണ്ടത്, അല്ലാതെ പോളിന്റെ കിച്ചണിലെ അതേ ഭക്ഷണമല്ല ഇവിടെ പോകേണ്ടത്.
അതിനുവേണ്ടിയല്ല ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്ത്. ഇത് കേട്ട പെണ്ണിന് ഈഗോ അടിക്കും. അവൾക്ക് പോളിനേക്കാളും നന്നായിട്ട് പാചകം ചെയ്യണം എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി അവൾ കഷ്ടപ്പെടുന്നു. കൂടെയുള്ള എല്ലാവരെയും വെറുപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ അവൾ ഭക്ഷണം പാചകം ചെയ്യും. അത് ഓണർക്കും ഇഷ്ടാവും, അവിടെ വരുന്ന കസ്റ്റമേഴ്സിനും ഇഷ്ടാവും. ഒരുപാട് ഫാൻസ് അവൾക്ക് രൂപം കൊണ്ടുവരുന്നുണ്ട്. കടയിൽ മുഴുവൻ തിരക്ക്. പുറത്തുനിന്ന് പോലും ആൾക്കാർ അവളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. അങ്ങനെ പെണ്ണിപ്പോ ആ നാട്ടിലെ ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്. ഈ സമയത്താണ് ഹീറോയിൻ തന്റെ പഴയ കൂട്ടുകാരൻ സുമുഖനെ കാണാൻ ചെല്ലുന്നത്. അവന്റെ കടയിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അവനൊരു ചെറിയ ഷോപ്പുണ്ട്. ഇട സമയങ്ങളിലാണ് അവൻ ഷെഫ് പോളിന്റെ കൂടെ ജോലിക്ക് പോകുന്നു. അല്ലാത്ത സമയത്ത് ഈ റെസ്റ്റോറന്റിലാണെങ്കിൽ ഇപ്പോൾ ആരും തന്നെ വരുന്നില്ല. ഞാൻ ഈ റെസ്റ്റോറന്റ് അടച്ചു മൂടേണ്ട അവസ്ഥയായി എന്ന് അവൻ ഹീറോയിനോട് പറയും. അതിന് ഹീറോയിൻ, അത് നിന്റെ കുഴപ്പമല്ല, ഈ ലൊക്കേഷൻ ഇവിടെ കസ്റ്റമേഴ്സ് അധികം വരത്തില്ല, ടൗണിലാണെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇത് കേട്ട സുമുഖൻ, എനിക്ക് നിന്നെ പോലെ സ്പോൺസേഴ്സ് ഇല്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ടൗണിലേക്ക് വരാമായിരുന്നു എന്ന് പറയും. ഹീറോയിൻ അത് കേൾക്കുമ്പോൾ ഒരു കുറ്റപ്പെടുത്തലായിട്ട് ഫീൽ ചെയ്യും. അവള് പറയും, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നീ എന്റെ കൈകൾ നോക്ക്, എത്ര പൊള്ളിയ പാടുകളാണ് ഉള്ളത്. ഞാൻ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടാണ് ഈ പേര് നേടിയത്. നിനക്കെന്താ അത് മനസ്സിലാവാത്ത? അല്ലാതെ ഒരു സ്പോൺസർ മാത്രം കിട്ടിയതുകൊണ്ടോ ടൗണിൽ കട വെച്ചത് കൊണ്ടോ അല്ല ഞാൻ വളർന്നത്. ഇത് കേട്ട് സുമുഖം പറയും, അങ്ങനെയാണെങ്കിൽ കൈ പൊള്ളിച്ചാൽ ഞാനും വളരുമോ? അതാണോ നീ പറയുന്നത്? നിന്നെ ഇപ്പം ഞാൻ പ്രശംസിക്കണമായിരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, നീ നല്ലൊരു കുക്ക, എന്നെക്കാളും നല്ലൊരു കുക്ക. നിന്നെ കണ്ട അന്ന് തന്നെ എനിക്കത് അറിയായിരുന്നു. എനിക്ക് നിന്നോട് അസൂയായിരുന്നു. ഇതാരുടെയും തെറ്റല്ല, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാനത് അനുഭവിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, അവസ്ഥയെ പഴിചാരണ്ട. നിന്റെ സ്വപ്നം ഫലിക്കാത്തതിന്റെ കാരണം നിനക്ക് ജയിക്കാനുള്ള വിശപ്പില്ലാത്തോണ്ടാ. വിശക്കുന്നവനെ ഭക്ഷണത്തെ കീഴ്പ്പെടുത്താനുള്ള കഴിവുള്ളൂ, നിനക്ക് ആ വിശപ്പില്ല. ഇത് കേൾക്കുമ്പോൾ സുമുഖം പറയും, നീ ഇപ്പൊ പൂർണ്ണമായി നമ്മുടെ ഷെഫിനെ പോലെ മാറിയിട്ടുണ്ട്. എന്നാൽ ശരിയായിരിക്കാം, എനിക്കത്ര വിശപ്പില്ല, നിന്നോളം വിശപ്പ് എനിക്കില്ല. ഇത് കേട്ട ഹീറോയിൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ കൂട്ടുകാരൻ അങ്ങനെ തകർന്നു പോകുന്നത് കണ്ടിരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇവൾ ഓണർ അടുത്ത് വന്നിട്ട് കൂട്ടുകാരനെയും കൂടെ നമ്മുടെ സുമുഖനെയും കൂടെ ഇവരെ കമ്പനിയിൽ ഒരു പങ്കാളിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഓണർക്ക് ആദ്യം വലിയ താല്പര്യമൊന്നുമില്ല, അവനത്ര കഴിവൊന്നുമില്ല, എടുത്തിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. എന്നാലും ഹീറോയിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വലിയൊരു ഇവന്റ് ഉണ്ട്, അതിൽ നീയാണ് സ്പെഷ്യൽ കുക്കായിട്ട് പോകുന്നത്. ഞാനത് കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തതാണ്. ഈ റെസ്റ്റോറന്റ് മാത്രം പോരാ, നമുക്ക് പേര് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ വലിയ ഇവന്റുകൾ കൂടെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയും. ഹീറോയിൻ അതിന് തയ്യാറാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞവള് തന്റെ പഴയ കളിക്കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ഒരുപാട് നാളായി നിങ്ങളൊന്നും കണ്ടില്ലല്ലോ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പൊ ആ കളിക്കൂട്ടുകാരൻ, ഓയ് നീ ഒരുപാട് മാറിപ്പോയി. ഓയ് എന്നാണ് അവളുടെ പേര്. നിന്നെ ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങളെ കാണാൻ വരാത്തത് നീയാണ്. നിനക്ക് എന്താവണമോ അത് നീ ആയിക്കഴിഞ്ഞല്ലോ. നീ ആരാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എന്തിനാണ് ഞങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് നീ അവിടെ തന്നെ നിൽക്കുന്നു? നിനക്ക് തിരിച്ചു വന്നൂടെ? ഇനിയും എന്താണ് നിനക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? അത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും പ്രൂവ് ചെയ്തിട്ടില്ല, എനിക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. പക്ഷെ നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ട കൂട്ടുകാരൻ പറയും, ഇവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട് നീ മാറിപ്പോയി, ഇനി തിരിച്ചു വരില്ല എന്ന്, പഴയ ഓയായി നിന്നെ കിട്ടില്ലെന്ന്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല, നീ തിരിച്ചു വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതും പറഞ്ഞ് കൂട്ടുകാരൻ കോള് കട്ട് ചെയ്യും. അത് കഴിയുമ്പോഴാണ് പ്രതീക്ഷിക്കാത്തൊരു അതിഥി ഇവളെ ഹോട്ടലിലേക്ക് വരുന്നു. നോക്കുമ്പോൾ അവളെ പഴയ ഷെഫ് നമ്മുടെ പോളേട്ടൻ. അങ്ങേര് വന്ന് കസ്റ്റമറായിട്ടിരിക്കും. പെണ്ണൊരു ഭക്ഷണം ഉണ്ടാക്കി പുള്ളിക്കാരന് കൊടുക്കുന്നു. പുള്ളി അത് കഴിച്ചിട്ട് ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, രുചി എങ്ങനെയുണ്ടെന്ന് പറയില്ല. ഹീറോയിൻ ചോദിക്കും, നിങ്ങളൊന്നും പറയുന്നില്ലേ, അഭിപ്രായം ഒന്നും പറയുന്നില്ലേ എന്ന്. അതിന് പോളേട്ടൻ, എന്റെ അഭിപ്രായം ഇനി നിനക്കൊന്നുമല്ല, അത് പറയേണ്ട ആവശ്യമില്ല, നിന്റെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടല്ലോ, അതാണ് ഇനി വേണ്ടത്. ഇത് ഭക്ഷണമല്ലേ, കഴിക്കുന്ന കസ്റ്റമേഴ്സാണ് നിനക്ക് വേണ്ട അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ നീ വലിയ സെലിബ്രിറ്റിയായി, എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ സ്പെഷ്യലാണ്. എന്നാൽ എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? നീ വിചാരിച്ചത്ര ആനന്ദമാണോ? ആണോ? അല്ലാതെ പേടിപ്പിക്കുന്നുണ്ടോ? ഒരുപാട് പേടിയായല്ലേ? എന്നാൽ ഇനി മുതൽ അതന്നെയാണ് തുടർച്ചയായിട്ടുണ്ടാവുക. എപ്പോൾ നിന്റെ കാലം അവസാനിക്കും, എപ്പോൾ ഇതെല്ലാം തീരും, ആൾക്കാരുടെ ഇഷ്ടം കുറയുമോ, ഇതന്നെയായിരിക്കും നിന്റെ ചിന്ത. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ നീ തയ്യാറാവും. പക്ഷെ ആ സമയത്ത് നീ എന്തൊക്കെ നഷ്ടപ്പെടുത്തുന്നു എന്ന് നീ അറിയില്ല. ഇപ്പൊ തന്നെ കുടുംബവും കൂട്ടുകാരും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് പോവാനുണ്ട്, ഇനിയും ഒരുപാട് നീ അനുഭവിക്കാനുണ്ട്. സ്പെഷ്യൽ ആവുന്നതിന് വലിയ വില കൊടുക്കണം, അത് നീ കൊടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും അടുത്ത ദിവസത്തെ പാർട്ടിയിൽ വെച്ച് കാണാം. നീ മാത്രമല്ല ആ മിൽക്കിയുടെ പാർട്ടിക്ക് പോകുന്നു, എന്നെയും വിളിച്ചിട്ടുണ്ട്, ഞാനും വരുന്നുണ്ട്. ഇതും പറഞ്ഞ് ഷെഫ് ഇറങ്ങിപ്പോവും. സോ അടുത്തും നടക്കാൻ പോകുന്ന പാർട്ടിയിൽ ഹീറോയിൻ മാത്രമല്ല നമ്മുടെ പോളേട്ടനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അവിടുത്തെ വലിയൊരു സെലിബ്രിറ്റിയായ മിമിയുടെ പാർട്ടിയാണത്. രാജകുമാരിയെ പോലെ കിരീടമൊക്കെ വെച്ചിട്ടാണ് ആ ചേച്ചി വരുന്നത്. ആ ചേച്ചി വന്ന ഉടനെ ഹീറോയിന്റെ കിച്ചന്റെ അടുത്ത് വന്നിട്ട് പോളേട്ടൻ എവിടെയാണെന്നാണ് ചോദിക്കുക. പുള്ളിക്കാരിക്ക് പോളേട്ടനെയാണ് വേണ്ടത്. പോളേട്ടന്റെ കിച്ചൺ ഇവിടെയല്ല, എതിർഭാഗത്താണെന്ന് ഹീറോയിൻ പറയും.
ഈ ലേഡി ഓടിച്ചെന്ന് പോളേട്ടന്റെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് പോലും ഒരു നിമിഷം തോന്നിപ്പോവും ഹീറോയിന്. അപ്പോഴാണ് സുമുഖൻ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. അവൻ വന്നിട്ട് പറയും, നീ പേടിക്കൊന്നും വേണ്ട, നീ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, അയാൾ തോക്കത്തേ ഉള്ളൂ, അയാളുടെ കാലം കഴിഞ്ഞു എന്ന്. ഇവനെ കൊണ്ടുവന്ന് മറ്റാരുമല്ല, ഇവളെ പുതിയ ഓണറാണ്. പുള്ളിക്കാരൻ കൂട്ടുകാരനെ ജോലിക്കെടുത്തു. എന്തായാലും അവൻ കൊടുത്ത കോൺഫിഡൻസിൽ പെണ്ണെന്തോ വറക്കാനും പൊരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മണം പരക്കാൻ തുടങ്ങും ആ മുറി മുഴുവൻ. സോ മിമ്മി ചേച്ചി ഓടി വന്ന് അവളുടെ ആദ്യ ഭക്ഷണം രുചിച്ചു നോക്കുന്നു. അതെല്ലാവരും കഴിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അവരിവളെ പുകഴ്ത്താൻ തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് റൂം മുഴുവൻ ഇരുട്ടാവുന്നത്. മോളീന്ന് വലിയൊരു മുഴുത്ത പോത്തിന്റെ ഇറച്ചി കഷ്ണം, ഏകദേശം മുഴുവൻ പോത്ത്, അതിങ്ങനെ സിനിമാറ്റിക് സ്റ്റൈലിൽ കയറി കെട്ടി തൂങ്ങിയ പാടെ നിലത്തേക്ക് വരും. നമ്മുടെ പോളേട്ടൻ വലിയൊരു സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ വാളുമായിട്ട് വന്ന് ഈ പോത്തിനെ വലിച്ചിട്ട് വെട്ടുകയാണ്, അരിഞ്ഞു നുറുക്കുക. ഒരുപാട് വരകൾ വീഴ്ത്തിയതിനു ശേഷം താൻ കൂട്ടിവെച്ചിരിക്കുന്ന മസാല അത് തലങ്ങും വിലങ്ങും വെതറാൻ തുടങ്ങും. വലിച്ചടിക്കും. എന്നിട്ട് തീ വെച്ച് കത്തിക്കുക. മുഴുവൻ പോത്തിനെ എല്ലാവർക്കും മുന്നിലിട്ട് കത്തിക്കുക. ശരിക്കും ഈ ഭക്ഷണം വിളമ്പുന്നതിനെക്കാട്ടിലും അവിടെ ഉണ്ടാക്കുന്ന ഒരു സീനുണ്ട്. അതിനുള്ള പ്രാധാന്യമാണ് പുള്ളി കാണിച്ചു തരുന്നത്. അങ്ങനെ ഇട്ട് ഇവർക്ക് മുന്നിൽ പൊരിച്ചതിന് ശേഷം അതിലൊരു പീസ് അറുത്ത് മിമി ചേച്ചിക്ക് കഴിക്കാൻ കൊടുക്കും. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. തീന്മേശയിൽ ഈ മുഴുവൻ പോത്ത് കിടപ്പുണ്ട്. ആക്രാന്തത്തോടെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ഓടി വന്ന് ഇത് വലിച്ചു പറിച്ച് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ടെസ്റ്റിൽ പാസ്സായത് നമ്മുടെ സീനിയർ പോളേട്ടൻ തന്നെയാണ്. എന്നാൽ ചേച്ചി വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അവൾ വീണ്ടും അവളുടെ വറച്ചട്ടി എടുത്ത് പൊരിക്കാൻ തുടങ്ങി. പൊരിച്ച് അവളെ കുടുംബത്തിലെ പ്രത്യേക റെസിപ്പി, ആ ക്രൈ ബേബി നൂഡിൽസ്, അത് അവൾ ഉണ്ടാക്കിയിട്ട് ഈ മിമിയെ വിളിച്ചിട്ട് പറയും, ഇതെന്റെ വീട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഹോം റെമഡി റെസിപ്പിയാണ്. ഇതിൽ ഒരു നുള്ളു കഴിച്ചാൽ മതി, സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയ മനോവസ്ഥയിലേക്ക് നിങ്ങളെത്തും. നമ്മുടെ ജീവിതചര്യയിലും തിരക്കിലും പല സമയത്തും ഒറ്റപ്പെട്ടു പോയ ഫീലാണ് നമുക്ക്. എന്നാൽ ഈ ക്രൈ ബേബി നൂഡിൽസ് കഴിച്ചാൽ നമ്മൾ നമ്മുടെ അമ്മയുടെ മടിയിലേക്ക് തിരിച്ചെത്തിയ ഫീലാണ്. സ്നേഹം കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഒരു നുള്ളു കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഇവൾ ആ ഭക്ഷണം ആ മിമി തമ്പുരാട്ടിക്ക് കൊടുക്കുന്നു. അവളത് സ്നേഹത്തോടെ വാങ്ങിച്ച് കഴിക്കും. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ബാക്കിയുള്ള സെലിബ്രിറ്റികളും ഒരുപാട് ഇഷ്ടത്തോടെ ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായി. അപ്പോഴാണ് പോളേട്ടന്റെ പ്രയോഗം, അയാളുടെ സ്പെഷ്യൽ പ്രയോഗം, സൂപ്പ് കച്ചവടം. പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ക്ഷീണിച്ചില്ലേ, ഇനി കുറച്ച് സൂപ്പ് കുടിക്കാന്ന് പറഞ്ഞ് എല്ലാവർക്കും സൂപ്പ് വിളമ്പും. ആ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും അത് രസിച്ച് കുടിക്കുന്നത് കാണുമ്പോൾ പോളേട്ടൻ ചിരിച്ചുകൊണ്ട് ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഹീറോയിനോട് പറയും, ഒരു ലെസൺ മാത്രം ഞാൻ നിന്നെ പഠിപ്പിച്ചില്ല. നീ എത്ര തന്നെ രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അത് കഴിക്കുന്നവർക്കൊരു മുൻവിധിയുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും ക്ലയൻസിനും ഒരു മുൻവിധിയുണ്ട്. അത് മാത്രം നിനക്ക് മാറ്റാനോ ഓവർകം ചെയ്യാനോ കഴിയില്ല. ഇവരുടെയൊക്കെ മുൻവിധി എന്താണെന്നറിയോ? ഷെഫ് പോൾ എന്ന ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, അതാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ചത്. അതാണ് അവരുടെ മുൻവിധി. അവരെനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നിനക്കതിനെ വെല്ലാൻ കഴിയില്ല. നീ അവിടെ തോറ്റുപോയെന്ന് പറഞ്ഞ് പോളേട്ടൻ നമ്മുടെ പെണ്ണിനെ അപമാനിച്ച് കരയിക്കുക. അവളങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. 2 പോലീസുകാർ ഇവരെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. അവർ ഷെഫിന്റെ അടുത്ത് വന്നിട്ട് പറയും, വന്യജീവിയെ കൊന്ന് കറി വെച്ച് കഴിച്ചതിന് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാണ്. അത് ലോ ആൻഡ് ഓർഡറിനെതിരാണ്. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. നിങ്ങൾക്കെതിരെ വാറണ്ടുണ്ട്. സംസാരിക്കാതെ ഞങ്ങളുടെ കൂടെ പോരും. അവർ തെളിവ് കാണിച്ചു കൊടുക്കും. ഈ ഷെഫ് ആ വേഴാമ്പലിനെ പിടിച്ച് വറക്കുന്നത് ആരോ വീഡിയോ എടുത്തിരുന്നു. അതിപ്പോ ആ വീഡിയോ എടുത്ത ആള് വൈറലാക്കിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സുമുഖനാണ്. സുമുഖൻ ചെറുപ്പക്കാരൻ. കൂടെ തന്നെ ഇരുന്ന് കുതികാല് വെട്ടിയതാണ് അവൻ. ഷെഫ് ചെയ്തത് മോശമാണെങ്കിലും ഇവൻ കൂടെ നിന്നൊരു പണി കൊടുത്ത. ഇപ്പൊ കാലുമാറി പുതിയ ബിസിനസ്സുകാരന്റെ കൂടെ ചെന്നു. പക്ഷെ കുറ്റമെല്ലാം നമ്മുടെ ഹീറോയിന്റെ തലയ്ക്കാണ് വരുന്നത്. ഷെഫ് അവളെ പുച്ഛിക്കും. അവളോട് ദേഷ്യപ്പെടും. പാത്രത്തിൽ പോരിടാൻ കഴിയാത്തോണ്ട് നീ പുതിയ ആൾക്കാരെ കൂട്ടുപിടിച്ച് എന്റെ മുതുകത്ത് കുത്തിയതാണല്ലേ, നിനക്കെന്നെ ജയിക്കാൻ കഴിയില്ല. എന്ത് ചെയ്തിട്ടും ജയിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവരെ വെച്ച് നീ എന്നെ കുടുക്കി. എന്നാൽ ഇവരെക്കാളും വലിയ ആൾക്കാര് എന്റെ ആരാധകരായിട്ടുണ്ട്. അവരെന്നെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ ഭയക്കുന്നില്ല. ഇപ്പൊ ഞാൻ പോകുന്നു. ജയിച്ചതായിട്ട് നീ കരുതണ്ട. ഇതും പറഞ്ഞ് ഷെഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഹീറോയിൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല. അയാളിങ്ങനെ പുറകീന്ന് വെട്ടി ജയിക്കണമെന്ന് ഇവള് കരുതിയിട്ടേയില്ല. അതുകൊണ്ട് നമ്മുടെ പെണ്ണിന് ഒരുപാട് വിഷമാവും. ഇവരെ വിളിച്ച ആ മിമി പാർട്ടിക്കാരിക്കാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, നമ്മുടെ പള്ള നിറഞ്ഞില്ലേ, നമുക്ക് പാർട്ടി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ പാർട്ടി കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു. അപ്പോഴാണ് ആ പുതിയ ബിസിനസ്സുകാരൻ വന്ന് പറയുന്നത്, അവനെ കൊടുക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ഇനി നീ പേടിക്കണ്ട, നമ്മൾ തന്നെയായിരിക്കും നമ്പർ 1 ആയിട്ടുണ്ടാവുക. നീ നിന്റെ കൂട്ടുകാരനെ ചേർക്കാൻ പറഞ്ഞു, ഞാൻ അവനെ കമ്പനി ചേർത്തു. അതിന് പ്രത്യുപകാരമായിട്ടാണ് അവൻ ആ വീഡിയോ തന്നത്. ഇനി നമുക്ക് എതിരാളിയായിട്ട് ആരുമില്ല. ഹീറോയിൻ അതിന് മറുപടി ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. പോകാൻ നേരം ആ സുമുഖൻ കാമുകൻ അവൻ ഓടി വന്നിട്ട് പറയും, നീയല്ല എന്നോട് പറഞ്ഞത് ജയിക്കാനുള്ള വിശപ്പ് പോരാന്ന്. ഇപ്പൊ എനിക്ക് ആ വിശപ്പ് വന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രവർത്തിച്ച്. നമുക്കെല്ലാം ഇപ്പൊ വീണ് കിട്ടി. ഈ സമയത്ത് നീ ഇറങ്ങിപ്പോവാണ്. നീയും ഇതിനു വേണ്ടിയല്ലേ പരിശ്രമിച്ചത്? നീയും ദാഹിച്ചത് ഈ സക്സസിന് വേണ്ടിയിട്ടല്ലേ? ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഹീറോയിൻ അപ്പോ ഒരു കുഴപ്പമില്ലാതെ
ചിന്തയോടെ തന്റെ തീറ്റയും കുടിയും പാർട്ടിയും മാത്രം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റിച്ച് പീപ്പിളിനെ നോക്കാണ്. ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ താൻ ഇത്ര കഷ്ടപ്പെടുന്നു? അതാണോ തന്റെ ലൈഫിൽ വേണ്ടത് എന്നവൾ ആലോചിക്കും. എത്രയോ പാവപ്പെട്ടവര് തെരുവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. പല ഭക്ഷണം അവർ ആസ്വദിക്കുന്നുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണോ താൻ ജീവിക്കേണ്ടത്? ഈ 2 ചോദ്യം അവളുടെ മുന്നിൽ വരുന്നുണ്ട്. അവൾ അപ്പം തന്നെ പുറപ്പെട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഓടി ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛൻ അവളെ സമാധാനിപ്പിക്കും. വിഷമിക്കണ്ട, എന്റെ മോള് തിരിച്ചെത്തി. നമ്മളിപ്പോൾ വീട്ടില്ല, നമ്മുടെ സ്വന്തം വീട്ടില്ല, നമ്മുടെ സ്വന്തം കടയില്ല. ഇനി മോള് വിഷമിക്കണ്ട. അപ്പോഴാണ് ഒരു കലം ഇറച്ചിയുമായിട്ട് തന്റെ കൂട്ടുകാരൻ വരുന്നു, കളിക്കൂട്ടുകാരൻ. അവൻ ചോദിക്കും, എന്തേ ഇത്രയും വൈകിയെന്ന്. ഇവള് കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്കൊരു ഷെഫിനെ വേണമെന്നറിഞ്ഞു, അതുകൊണ്ട് വന്നാണെന്ന്. എനിക്ക് എന്തായാലും നിന്റെ സഹായം വേണം, അതില്ലാതെ നടക്കില്ല. ഇതും പറഞ്ഞ് പെണ്ണ് നേരെ ചെന്ന് വറച്ചട്ടി എടുത്തിട്ട്, ഇതാണ് എന്റെ കട, ഇവിടുത്തെ ഷെഫ് ഞാനാണ്, ഇവിടെ മെനു ഉണ്ടാക്കാൻ പോകുന്നത് ഞാനാണ്, എന്റെ കുടുംബം ഇതാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എന്താണ് ഞാൻ ഉണ്ടാക്കി തരേണ്ടത്? അവര് വിശക്കുന്നുണ്ടേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ഇവളോട് നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറയും. പെണ്ണുടനെ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ തൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി ആർക്കോ വേണ്ടി ഒരു സ്പെഷ്യൽ പേഴ്സൺ ആവണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആവാൻ പോയാൽ ആ ഷെഫ് പോളിന്റെ വിധിയായിരിക്കും തനിക്കുമെന്ന് അവൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് സാധാരണ ജീവിതമേ ഉചിതം എന്ന മനോതത്വം ശരിയാണെന്ന നിലപാടിൽ അവൾ തിരിച്ചു വന്നത്. നമ്മളെല്ലാവരും എന്തൊക്കെയോ ആവാൻ വേണ്ടിയും ആവണമെന്ന് ആഗ്രഹിച്ചിട്ടും പലതും തൊലച്ചു കളയുന്നുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട പലതും തൊലച്ചു കളയുന്നുണ്ട്. എന്നാൽ അങ്ങനെ സ്പെഷ്യലായ ആൾക്കാരോ അവരുടെ ജീവിതം നരകതുല്യവും. അതാണ് യാഥാർത്ഥ്യം. ഇത് എല്ലാ മേഖലകൾക്കും ബാധകമാണ്. നമ്മുടെ സ്വത്ത് പെണ്ണ് അത് മനസ്സിലാക്കി നേരത്തെ തിരിച്ചിങ്ങ് പോന്നു. ഇനി അവൾക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. അവളെടുത്ത തീരുമാനമാണ് ഉചിതമെന്ന് ഞാനും കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലർ മൂവിയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഊറു. കഥ